ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക്, ഷെയർ, കമന്റ് കൂടി ചെയ്യുക. കൊല്ലവർഷം 1200 ആരംഭിക്കുമ്പോൾ ഓരോ നാളുകാർക്കും എന്തൊക്കെ ഫലങ്ങളായിരിക്കും ഉണ്ടാവുക? ഈ വർഷം ഓഗസ്റ്റ് 17 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 16 വരെയുള്ള നിങ്ങളുടെ സമ്പൂർണ്ണ നക്ഷത്രഫലം പുതിയ കൊല്ലവർഷം 1200 വരികയാണ്. അതായത് മലയാളം കലണ്ടർ പ്രകാരം ഒരു പുതിയ വർഷാരംഭം. 2024 ഓഗസ്റ്റ് 17 മുതൽ 2025 ഓഗസ്റ്റ് 16 വരെയാണ് ഇത്. ഇത് ജ്യോതിഷപരമായ പല മാറ്റങ്ങളും 27 നക്ഷത്രങ്ങൾക്കും ഈ വർഷം ഫലമായി പറയുന്നു. ചിലർക്ക് നല്ലതും ചിലർക്ക് മോശവും ചിലർക്ക് സമ്മിശ്രഫലവും പറയുന്നു. സമ്പൂർണ്ണ പുതുവർഷഫലം നക്ഷത്രങ്ങൾക്ക് എന്താകും എന്നതിനെക്കുറിച്ചറിയാം. അവിട്ടം ചതയക്കാരിൽ അവിട്ടം നക്ഷത്രക്കാരുടെ കുടുംബജീവിതത്തിൽ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് ഇത്. വിദ്യാഭ്യാസപരമായി പ്രതീക്ഷിച്ച ഫലം ലഭിക്കില്ല. ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാകാം. തൊഴിൽ മേഖലയിൽ പ്രശ്നമുണ്ടാകാം. പ്രതിസന്ധികൾ ധാരാളമുണ്ടാകുന്ന സമയമാണ്. പണച്ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ചതയം നാളുകാർക്ക് ധനപരമായ ഉയർച്ചയുണ്ടാകും. സമ്പാദ്യം കൂടുതലായി വന്നുചേരും. കടം കൊടുത്തത് തിരിച്ചു കിട്ടും. പ്രവർത്തനരംഗത്തും ഉയർച്ചയുണ്ടാകും. പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ഇഷ്ടതൊഴിൽ ലബ്ധിക്കുള്ള സമയമാണ്. ഏറെക്കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ലഭിക്കും. കുടുംബത്തിൽ മംഗളകാര്യം നടക്കും. ഉദ്ദിഷ്ടകാര്യസിദ്ധിയുണ്ടാകും. വാഹന, വിവാഹ, സന്താനയോഗം സാധ്യത പറയുന്നു. ദൂരയാത്ര, വിദേശവാസം എന്നിവയ്ക്ക് അവസരമുണ്ടാകും. കുട്ടികൾക്ക് വിദ്യാവിജയമുണ്ടാകും. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ലാത്ത ഫലമാണ് പറയുന്നത്. ശത്രുക്കളുടെ ഉപദ്രവം ഉണ്ടാകും. ദേഷ്യം നിയന്ത്രിക്കുക. ധനപരമായി നേട്ടമുണ്ടാകും. പക്ഷേ ചിലവും വർദ്ധിക്കും. കാർഷികരംഗത്തുള്ളവർക്ക് നേട്ടം കുറയും. ആരോഗ്യം മെച്ചപ്പെടും. വസ്തുവകകൾ നേടാൻ സാധ്യത തെളിയും. രേവതി നാളുകാർക്ക് ധനനേട്ടമുണ്ടാകും. മനസ്സിലെ വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ധനവർദ്ധനവുണ്ടാകും. രോഗശാന്തിയുണ്ടാകും. വീട്ടിൽ സന്തോഷകരമായ സാഹചര്യങ്ങളുണ്ടാകും. മക്കളെയോർത്ത് അഭിമാനിക്കാനുള്ള അവസരം ലഭിക്കും. അശ്വതി ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അശ്വതിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ്. മാർച്ച് വരെ ഏറെ നല്ലതാണ്. ബിസിനസ്, ഷെയർ മാർക്കറ്റിൽ ഏറെ ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. ഇവർക്ക് ശനിയും വ്യാഴവുമെല്ലാം നല്ല ഫലമാണ് നൽകുന്നത്. ഭരണിക്കും ഈ വർഷം നല്ല ഫലമാണ് നൽകുന്നത്. അപ്രതീക്ഷിതമായ ധനയോഗം ലഭിക്കും. ജോലിക്കും വിദേശപഠന ഭാഗ്യത്തിനും എല്ലാം പറ്റിയ സമയമാണ്. മുടങ്ങിയ കാര്യങ്ങൾ നടത്താൻ സാധിക്കും. ചെയ്യുന്ന തൊഴിലിൽ പേരും പ്രശസ്തിയും ലഭിക്കും. തൊഴിൽ, പ്രൊമോഷൻ എന്നിവയെല്ലാം ലഭിക്കും. വിവാഹയോഗം, പ്രണയസാഫല്യം, സന്താനയോഗം എന്നിവയെല്ലാം സാധിക്കുന്ന കാലം കാർത്തിക, രോഹിണി നക്ഷത്രക്കാരാണ്. അടുത്തത് കാർത്തികയാണ്. ഇവർക്ക് അനുകൂലഫലമല്ല കാണുന്നത്. ഇവർക്ക് കുടുംബത്തിൽ പ്രശ്നങ്ങൾ, കലഹങ്ങൾ, മനസമാധാനക്കേട് എന്നിവയ്ക്കെല്ലാം സാധ്യതയുണ്ട്. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രക്കാർക്ക് പുതിയ കാര്യങ്ങൾക്കുള്ള അവസരമാണ്. ചിങ്ങം തുടങ്ങിയാൽ നല്ല ഫലമാണ് കാണുന്നത്. മക്കളെക്കൊണ്ട് അഭിമാനകരമായ മുഹൂർത്തങ്ങളുണ്ടാകുന്നു. വാശിയെല്ലാം കുറയ്ക്കുക. ഇത് പ്രശ്നങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. മകയിരം, തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ. മകയിരത്തിന് കർമ്മമേഖലയിൽ ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കടം വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് പണം സൂക്ഷിച്ച് ചെലവാക്കണം. തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. കുടുംബജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളാണ് ഈ നക്ഷത്രത്തിന് പറയുന്നത്. തിരുവാതിരക്കാർക്ക് അപ്രതീക്ഷിത കാര്യങ്ങൾ നടക്കും. ഇത് ഗുണഫലമല്ല, ദോഷഫലമാണ്. അപ്രതീക്ഷിത ചെലവ്, തൊഴിൽ ദോഷം, ശത്രുദോഷം, വ്യക്തികളാൽ ഉണ്ടാകുന്ന മനപ്രയാസം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാനപരമാണെങ്കിലും കർമ്മമേഖലയിൽ വരുന്ന പ്രശ്നം ഈ സന്തോഷം പോലും ഇല്ലാതാക്കും. പുണർദം, പൂയം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർ പുണർദം നക്ഷത്രത്തിന് നല്ല ഫലമാണ് പറയുന്നത്. ഇവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ, അംഗീകാരം എന്നിവ ലഭിക്കും. തൊഴിൽ മേഖലയിൽ ഉയർച്ചയുണ്ടാകും. സാമ്പത്തിക നേട്ടമുണ്ടാകും. ഉദ്ദിഷ്ട കാര്യസിദ്ധിയുണ്ടാകും. വീടുവയ്പ്, വാഹനഭാഗ്യങ്ങൾ ഉണ്ടാകും. പൂയം നക്ഷത്രക്കാർക്ക് നല്ല ഫലമാണ് പറയുന്നത്. ഇത് നേട്ടങ്ങളുടെ കാലമാണ്. ഭാഗ്യാനുഭവം വർദ്ധിക്കും. അടി, കല തുടങ്ങിയ രംഗത്തുള്ളവർക്ക് ഏറെ ഉയർച്ചയുണ്ടാകും. നേട്ടങ്ങളുടെ കാലമാണ് ഇവർക്ക്. രാഷ്ട്രീയം, റിയൽ എസ്റ്റേറ്റ്, പൊതുപ്രവർത്തനം എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ്. വിദ്യാവിജയവും സന്താനയോഗവും കർമ്മവിജയവും ഉദ്ദിഷ്ടകാര്യസിദ്ധിയും എല്ലാം ഈ നാളുകാർക്ക് ഫലമായി പറയുന്നു. ആയില്യം, മകം എന്നീ നക്ഷത്രക്കാർ.
1000 നാളുകാർക്ക് 1200 പിറക്കുന്നതോടെ വിജയം വന്നുചേരും. കാലങ്ങളായി പൂർത്തിയാക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കും. സമൂഹത്തിന്റെ മുൻപന്തിയിൽ എത്താൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക. മകം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ഉയർച്ചയുണ്ടാകുന്ന വർഷമാണ് ഇത്. അതേസമയം വരവിൽ കൂടുതൽ ചെലവുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിനാൽ ഇക്കാര്യം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഉയർച്ചയുണ്ടാകും. അത് സമ്പാദ്യമാകുമോ എന്നതാണ് സംശയം. തൊഴിലിടത്തിൽ ശത്രുക്കളുടെ ശല്യമുണ്ടാകാം. വിവാഹം, സന്താനയോഗം എന്നിവയ്ക്കെല്ലാം കാലതാമസം വന്നേക്കാം. പൂരം, അത്തം നക്ഷത്രക്കാർ. പൂരം നക്ഷത്രക്കാർക്ക് വിജയത്തിന്റെ സമയമാണ്. എല്ലാ രംഗങ്ങളിലും വിജയം ലഭിക്കും. കുടുംബജീവിതം അത്ര നല്ലതല്ല. കുടുംബപരമായ കാര്യങ്ങളിൽ ആശങ്കയുണ്ടാകാം. എങ്കിലും അവസാനം വിജയിച്ചു കയറും. വിലപിടിപ്പുള്ള സ്വന്തമാക്കാൻ സാധിക്കും. ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്ത് ഉയർച്ചയുണ്ടാകും. ഏത് കർമ്മമേഖലയെങ്കിലും നേട്ടമുണ്ടാകും. ഭാഗ്യത്തിന്റെ തുണയുണ്ടാകും. ലോട്ടറി ഭാഗ്യം വരെ നേടാൻ സാധിക്കും. അത്തം നക്ഷത്രക്കാർക്ക് സമയം തെളിയാൻ പോകുന്ന അവസരമാണ്. പേര്, പ്രശസ്തി, ഉയർച്ച എല്ലാം നേടാൻ സാധിക്കും. കാര്യവിജയം, തൊഴിൽ അഭിവൃദ്ധി, സ്വപ്നം കണ്ട കാര്യങ്ങൾ നടക്കുക, ഉപരിപഠനം എന്നിവയ്ക്കെല്ലാം ഫലം കാണുന്നു. വിലപിടിപ്പുള്ള മുതലുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്ന സമയമാണ്. ചിത്തിര, ചോതിയിൽ ജനിച്ച നക്ഷത്രക്കാർ. ചിത്തിരക്കാർക്ക് കുടുംബകാര്യത്തിൽ സന്തോഷം കടന്നുവരുന്ന സമയമാണ്. സന്താന സൗഖ്യമുണ്ടാകും. സന്താനങ്ങളാൽ സന്തോഷമുണ്ടാകും. സാമ്പത്തികം അത്ര അനുകൂലമല്ല. ചില നഷ്ടങ്ങളും കടങ്ങളും ഉണ്ടാകാം. തൊഴിൽ രംഗത്ത് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നല്ലതല്ല. കഴിവതും മാറാതിരിക്കുക. ആരോഗ്യം ശ്രദ്ധിക്കുക. ചോതിക്കാർക്ക് വരവിൽ കൂടുതൽ ചിലവുണ്ടാകുന്ന സമയമാണ്. ധനനഷ്ടമുണ്ടാകാം. കടമുണ്ടാകാം. ശത്രുദോഷം, കാര്യദസം എന്നിവയുണ്ടാകാം. കാര്യങ്ങൾക്ക് തടസ്സം വരാൻ സാധ്യതയുണ്ട്. വിശാഖം, അനിഴം നക്ഷത്രക്കാർ. വിശാഖം നാളുകാർക്ക് യാത്ര ചെയ്യാൻ യോഗമുണ്ട്. നല്ല യാത്രകളെന്ന് പറയാം. ജീവിതത്തിൽ വിജയം ലഭിക്കും. കർമ്മമേഖലയിൽ അംഗീകാരം നേടും. തൊഴിൽ, ജോലി എന്നിവയിൽ നേട്ടമുണ്ടാകും. കലാ, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുണ്ടാകും. ഇവർക്ക് സർവൈശ്വര്യമാണ് ഫലമായി പറയുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് ദീർഘകാലത്തെ സ്വപ്നം പൂവണിയാൻ പോകുന്ന കാലമാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ച നേടും. ഇഷ്ടപ്പെട്ട തൊഴിൽ ലഭിക്കും. സൗഭാഗ്യത്തിന്റെ സമയമാണ്. കുടുംബജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കും. മുടക്കിക്കിടന്ന പണം വന്നുചേരും. ആരോഗ്യസൗഖ്യം വരുന്ന സമയം. തൃക്കേട്ട, മൂലം, പൂരാടം നക്ഷത്രക്കാർ. തൃക്കേട്ടക്കാർക്ക് ശുഭകരമായ സമയമാണ് വരുന്നത്. ഇവരുടെ സാമ്പത്തികം മെച്ചപ്പെടും. ഇവരുടെ ആരോഗ്യകാര്യം മെച്ചപ്പെടും. സന്താനങ്ങൾ വഴി സന്തോഷം ലഭിക്കും. പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ സാധിക്കും. ശത്രുനാശമുണ്ടാകും. മൂലം നാളുകാർക്ക് തൊഴിൽ രംഗത്ത് ശത്രുശല്യമുണ്ടാകും. ഇതിനാൽ ബുദ്ധിമുട്ടുണ്ടാകും. കലാ, കായിക നേട്ടങ്ങളുണ്ടാകുമെങ്കിലും ശത്രുക്കളുടെ ഉപദ്രവമുണ്ടാകും. ബിസിനസ്സിൽ നേട്ടമുണ്ടാകും. മുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. പൂരാടം നക്ഷത്രക്കാർ അത്ര ശുഭകരമല്ല. ആരോഗ്യകാര്യം ശ്രദ്ധിക്കണം. ധനനഷ്ടം, കുടുംബപ്രശ്നം എന്നിവയുണ്ടാകും. കോപവും എടുത്തുചാട്ടവും ഒഴിവാക്കുക. അല്ലെങ്കിൽ പ്രയാസമുണ്ടാകും. ഉത്രാടം, തിരുവോണം നക്ഷത്രക്കാർ. ഉത്രാടം നക്ഷത്രക്കാർക്ക് മംഗളകാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ സാധിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കും. കർമ്മമേഖലയിൽ നേട്ടമുണ്ടാകും. ധനം സമ്പാദിക്കും. മക്കളെയോർത്ത് അഭിമാനിക്കാൻ അവസരമുണ്ടാകും. തിരുവോണം നക്ഷത്രക്കാർക്ക് ഇത് സമയമാറ്റമാണ്. അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്നും മാറ്റും. കർമ്മമേഖലയിൽ നേട്ടമുണ്ടാകും. അംഗീകാരം ലഭിക്കും. വിവാഹം, സന്താനയോഗം എന്നിവയ്ക്കു ഭാഗ്യം. തൊട്ടതെല്ലാം പൊന്നാകുന്ന സമയം. പൂർത്തിയാക്കാൻ സാധിക്കും.